നമ്മൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഇത്രയും കാലം സിനിമ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നു ജീവിതത്തിൽ, അല്ലെങ്കിൽ എല്ലാ സിനിമയിൽ നിന്ന് ഉണ്ടായതാണ്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഈ സിനിമയും ഇൻഡസ്ട്രിയാണ്. അതിൽ സിനിമ ഓടാതെ പോകുന്നത് എല്ലാ സിനിമയും ഓടണമെന്ന് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അവരുടെയൊക്കെ ഒരു വിശ്വാസത്തിൻ്റെയും ഇതിൻ്റെയും പുറത്ത് തന്നെയാണ് നമ്മൾ പല സിനിമകളും ചെയ്തത്. അത് മോശമായി പോകുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും. അപ്പോൾ ഞാൻ കണ്ട ചെറുപ്പക്കാരായിട്ട് വന്ന എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ വന്നവരാ. പക്ഷെ വീണുപോയി, പല ഘട്ടങ്ങളായിട്ട് സിനിമ വീണുപോയല്ലോ, അറിയാലോ. അപ്പം അവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമ മോശമായതുകൊണ്ട്, ആദ്യത്തെ സിനിമ മോശമായതുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ പേടിച്ചിട്ട് ചിലപ്പോൾ അയാൾ രണ്ടാമത് നല്ലൊരു കഥയുണ്ടാവും, പിന്നീട് പക്ഷെ മുന്നോട്ട് വരാൻ അയാൾക്ക് പേടിയായിരിക്കും, ഭയമായിരിക്കും. അങ്ങനെ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ സിനിമ മോശമാവുകയും പക്ഷേ ടെക്നിക്കലി ഭയങ്കര കഴിവുള്ളതും പൊട്ടൻഷ്യലുള്ള കുറേ പേരുണ്ട്. സിനിമ ഓടാതെ പോവുകയും അല്ലെങ്കിൽ സിനിമ നന്നായിട്ടും തിയേറ്ററിൽ ഓടാതെ പോയതുകൊണ്ട് രണ്ടാമത്തെ സിനിമ കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ കൂടെ നിർത്തും. അല്ലെങ്കിൽ അവർക്കൊക്കെ, കാരണം അങ്ങനെയുള്ള എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പ്ലസ് ഈ പറയുന്ന വൈഡായിട്ട്, കാരണം എന്ത് നമ്മൾ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ കുറെ മോശം സിനിമകൾ ആരും ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മോശം സിനിമകളുടെ ഭാഗമായി.